പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഈ 90 വയസ്സ് കഴിയുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ആ വിളിക്ക് ഉത്തരം നൽകുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യതയിലായിരിക്കണം. ഒരിക്കലും മരിക്കാത്ത ദൈവത്തോടു കൂടെ ആയിരിക്കാനുള്ള നിത്യജീവൻ നേടാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ഒരു മതത്തെ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു, യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആത്മാവുള്ളവരാണ്. ആ ആത്മാവിന്റെ രക്ഷ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്, അതെല്ലാവരുടെയും. അതിനാലാണ് ക്രിസ്തു പറഞ്ഞത്, മനുഷ്യന് നിത്യജീവന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? മനുഷ്യന് ദൈവത്തിലേക്ക് എത്തിച്ചേരാന്, മരണത്തിന് ശേഷം അവന് ദൈവവുമായി ഒന്നിച്ചു ചേരാനായി തടസ്സം നിൽക്കുന്നത് എന്താണ്? മനുഷ്യരെല്ലാം പാപിയാണ് എന്നതാണ്. നമ്മളെല്ലാ മനുഷ്യരും പാപികളാണ്. ഈ പാപമാണ് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ മനുഷ്യന് തടസ്സം നിൽക്കുന്നത്. എന്താ കാരണം? ദൈവം പാപമില്ലാത്തവനും പരിശുദ്ധനുമാണ്, മനുഷ്യനോ പാപിയാണ്. അപ്പോൾ ഈ പാപത്തോടുകൂടെ ദൈവത്തോട് ചേരുക സാധ്യമല്ല. അത് നിത്യജീവൻ നേടാൻ മനുഷ്യർക്കെല്ലാം തടസ്സമാണത്. അവിടെയാണ് യേശുക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്. എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത്? ഈ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. പിതാവായ ദൈവം തന്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പദ്ധതിയാണ് യേശുക്രിസ്തുവിന്റെ ജനനം. അവൻ തൻ്റെ ദൈവത്വത്തെ വേണ്ടെന്ന് വെച്ച് ഈ ഭൂമിയിൽ നമ്മളിൽ ഒരുവനെ പോലെ പിറക്കാൻ കാരണം നമ്മുടെ പാപങ്ങൾക്ക് നിന്ന് നമ്മളെ മോചിപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ, വഴി ഒരുക്കാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്.